ആലപ്പുഴയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ആരോപണം തള്ളി ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. തന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയ ആളുടെ പേര് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തണം. രാഷ്ട്രീയത്തിൽ താൻ ഇടപെടാറില്ല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആവർത്തിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗോകുലം ഗോപാലൻ വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ എനിക്ക് ശോഭാ സുരേന്ദ്രന് നല്ല ഒരു ബഹുമാനവും സ്നേഹമുള്ള എല്ലാ അനിയത്തിയെ പോലെ സ്നേഹിക്കുന്ന ഒരു ലേഡിയാണ്. ഞാൻ പല സമയത്തും കണ്ടുമുട്ടാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം. പക്ഷേ അവരോട് ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ, അതായത് വെള്ളാപ്പള്ളി നടേശനെ സഹകരിച്ചു കഴിഞ്ഞാൽ ഗോകുലം ഗോപാലിന് അത് ഇഷ്ടപ്പെടുകയില്ല, ഗോകുലം ഗോപാലിന് അത് പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് ആരോ അവർ പറഞ്ഞ് എന്ന രീതിയിൽ അവർ ഒരു പത്രസമ്മേളനം നടത്തി. തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശോഭാ സുരേന്ദ്രനായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ എന്നെ വിളിച്ച് ചോദിക്കാമായിരുന്നു, ശരിയാണോ ഇല്ലയോ എന്ന്. അതില്ലാതെ പത്രസമ്മേളനം നടത്തി എന്നെ അപകീർത്തിപ്പെടുത്തിയ കാര്യത്തിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ നേതാക്കന്മാരും, രാഷ്ട്രീയ നേതാക്കന്മാർ മുഴുവനും എനിക്ക് ബന്ധമുള്ളവരാണ്. അവരോടൊക്കെ ഞാൻ നല്ല ഒരു സ്നേഹത്തിൽ സംസാരിക്കാം. ഞാനൊരു നിരീക്ഷകൻ എന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്ന രീതിയിൽ, അല്ലാണ്ട് ഒരു പ്രത്യേക കക്ഷി രാഷ്ട്രീയം എനിക്കില്ല. എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരോടും ഞാൻ സംസാരിക്കാറുണ്ട്. അവരെല്ലാം എന്തെങ്കിലും ചെയ്യാൻ സഹകരണങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്യാറുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ കക്ഷി രാഷ്ട്രീയത്തിൽ ഒരു കാര്യത്തിൽ ഇന്നയാൾക്ക് വോട്ട് ചെയ്യണം എന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. ഞാൻ അത് ഒരു സ്റ്റേജിൽ പറയാറില്ല. പിന്നെ എനിക്ക് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ജീവിക്കുന്ന ഒരു സാധാരണ പൗരനെന്ന രീതിയിൽ എനിക്ക് വോട്ടവകാശമുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നല്ല രാഷ്ട്രീയക്കാർ, നല്ല ആളാണെങ്കിൽ തീർച്ചയായും അവർക്ക് വോട്ട് രേഖപ്പെടുത്തി. ഇതല്ലാതെ എന്നെ അപകീർത്തിപ്പെടുത്തിയ ഒരു സംഭവം ഇത് അറിഞ്ഞ ശേഷം 2-3 പ്രാവശ്യം ഞാൻ അവരെ വിളിച്ചു. അപ്പോൾ അവരപ്പോൾ 2 മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞ് എന്നെ അവഗണിച്ചു. പക്ഷെ അത് സാരമില്ല. പിന്നെ അത് മാത്രമല്ല, അവരെ രാഷ്ട്രീയത്തിലല്ല, അതായത് BDGS എന്ന കക്ഷിക്കാരൻ, വെള്ളാപ്പള്ളി നടേശൻ്റെ കീഴിലുള്ള കുറേ ആളുകൾ ഇന്നലെ ആലപ്പുഴ ചേർന്ന് അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായി. ഇതൊക്കെ ആരിൽ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പത്രസമ്മേളനം നടത്തി എൻ്റെ പേര് പറഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ എൻ്റെ വ്യക്തി ഹത്യ തീർച്ചയായും അത് അറിയണമെങ്കിൽ ഇതാരാണ് ഇത് സംസാരിച്ചതെന്നുള്ള കാര്യം വെളിപ്പെടുത്തണം. ഒരു പൊതുജന നായകി എന്ന രീതിയിൽ പൊതുജനങ്ങളെ വൈകാരികമായ വികാരങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അത് ആരാണ് സംസാരിച്ചതെന്ന് എനിക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് തീർച്ചയായും അത് ബുദ്ധിമുട്ടായി മാറും എന്നാണ്. കാരണം ആരാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവൻ്റെ പേരിൽ നിയമ നടപടി എടുക്കാം. ഞാൻ ആരും അങ്ങനെ അയച്ചിട്ടില്ല, ഏതാണ് സത്യം. പക്ഷെ അങ്ങനെ അയക്കാത്ത ഒരാളെ എന്നെ ഇതിൽ വലിച്ചിറക്കേണ്ട കാര്യം ഇല്ല. ഏതായാലും തീർച്ചയായും ഇത് പൊതുജനങ്ങളോട് ഇദ്ദേഹം ആരാണെന്ന് പറയണം. കാരണം എനിക്ക് ഇത്രയും എൻ്റെ വ്യക്തിഹത്യ നടത്തിയതിൻ്റെ പേരിൽ ഇതാരാണ് ഈ ചെയ്തത് എന്നത് എനിക്കറിയണം. അല്ലെങ്കിൽ ഇവർ വേണ്ടാതെ എന്നെ എൻ്റെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി മാത്രം നടത്തിയ പ്രചരണമാണെന്ന് ഞാൻ കരുതുന്നു. ദയവായിട്ട് കാരണം ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു ലേഡിയാണ്, ഒരു വ്യക്തിയാണ് ശോഭന സുരേന്ദ്രൻ. അവൻ ശോഭന തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ ആളെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് അനന്തര ഫലങ്ങൾ പലതുമാവും എന്ന് ഞാൻ പറയാം.